വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാനാവാത്തതിനെ തുടർന്ന് കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിലെ മില്ലുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് മാസങ്ങളായി. സഹകരണ മേഖലയിലെ സ്പിന്നിംഗ് മില്ലുകൾ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ്. കോടികളുടെ ധനസഹായം സർക്കാർ നൽകിയിട്ടും നഷ്ടം കുറയ്ക്കാൻ പോലുമാകാത്ത സാഹചര്യത്തിലാണ് സ്പിന്നിംഗ് മില്ലുകൾക്ക് വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി മുതൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത് മുതലുള്ള ചെലവുകൾ സംബന്ധിച്ച റിപ്പോർട്ട് മില്ലുകൾ എല്ലാ ആഴ്ചയിലും റിയാബ് ചെയർമാൻ നൽകണം. റിയാബ് ചെയർമാൻ എല്ലാ മാസവും റിപ്പോർട്ട് ക്രോഡീകരിച്ച് മന്ത്രിക്ക് സമർപ്പിക്കും. സ്പിന്നിംഗ് മില്ലുകളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത് ഏകീകരിക്കാൻ കോട്ടൺ സെൻട്രൽ പർച്ചേസിംഗ് കമ്മിറ്റി പുനഃസ്ഥാപിക്കും. KSTC MD, ടെക്സ്ഫെഡ് MD, സ്പിന്നിംഗ് മില്ലുകളിലെ MDമാർ, റിയാബ് പ്രതിനിധി എന്നിവരാകും കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഈ കമ്മിറ്റി മുഖേന മാത്രമേ ഇനി കോട്ടൺ വാങ്ങാൻ മില്ലുകൾക്ക് സാധിക്കൂ. മില്ലുകൾക്ക് ആവശ്യമായ കോട്ടൺ സംബന്ധിച്ച കണക്കുകൾ ടെൻഡർ ചെയ്യും. ഇതിനായി ഓരോ മില്ലും അവർക്ക് ആവശ്യമായ കോട്ടൺ എത്രയെന്ന് പർച്ചേസിംഗ് കമ്മിറ്റിയെ അറിയിക്കണം. ഈ നിർദ്ദേശങ്ങൾ മില്ലുകൾ ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ കോടികളുടെ ബാധ്യതകളുള്ള മില്ലുകൾക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായം നൽകണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. പീൽക്കിരൺ, മീഡിയ 1 കോഴിക്കോട്.